ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5th ചാപ്റ്റർ ആണ് പ്രതിരോധത്തിന്റെ കാവലാളുകൾ. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. മാസ്ക് ധരിച്ചിരിക്കുന്ന പിക്ചറാണിത്. അപ്പോൾ ഇവിടെ പറയുന്നത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ച പ്രദേശങ്ങളിലെ ആളുകൾ മാസ്ക് ധരിച്ച് ഇടപെടുന്നതിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്? അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് മാസ്ക് ഇടുന്നത് എന്തിനാ? ഒന്നാമത്തെ കാരണം രോഗാണു പ്രവേശനം തടയാൻ വേണ്ടിയിട്ടാണ്. രോഗാണു പ്രവേശനം തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത കുറയ്ക്കാനും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. നമുക്കറിയാം, കൊറോണ സമയത്ത് നമ്മൾ എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. അവിടെ ഇതൊരു കൊറോണ എന്ന് പറയുന്നത് ഒരു സാംക്രമിക രോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്തത്? മാസ്ക് ധരിക്കുകയാണ് ചെയ്തത്. രോഗാണു പ്രവേശനം തടയുന്നതിന് വേണ്ടിയിട്ടും രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത കുറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് മാസ്ക് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രതിരോധ ശേഷി എന്ന് ചോദിച്ചാൽ, രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെ നമുക്ക് ബോഡി ഡിഫെൻസ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ശരീരത്തിലേക്ക് ഒരു രോഗാണു പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ത്വക്ക് ഒരു പ്രതിരോധ സംവിധാനമാണ്. അതുപോലെ തന്നെ ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ മുതലായവയൊക്കെ നമ്മുടെ ബോഡി തന്നെ നമ്മൾ രോഗാണുവിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംവിധാനമാണിത്. അപ്പോൾ ഇതിൽ ഈ സംവിധാനങ്ങളിൽ ശരീര ആവരണങ്ങളും സ്രവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ശരീര ആവരണങ്ങളും സ്രവങ്ങളിലാണ് ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീർ, കണ്ണുനീർ എന്നിവ വരുന്നത്. ഇനി ശരീരദ്രവങ്ങളുടെ രൂപത്തിൽ ഏതൊക്കെയാണ് പ്രതിരോധ സംവിധാനങ്ങളിൽ വരുന്നതെന്ന് വെച്ചാൽ രക്തവും ലിംഫും ആണ്. രക്തം, ലിംഫ് ഈ രണ്ട് കാര്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇതിൽ നമ്മൾ ശരീര ആവരണങ്ങളും സ്രവങ്ങളും പറഞ്ഞു. അതിൽ വരുന്ന ആദ്യത്തേത് ത്വക്കാണ്. അപ്പോൾ ത്വക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുന്നത്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക് എന്ന് പറയുന്നത്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. ഈ ത്വക്കില് എപ്പിഡെർമിസ് ഇങ്ങനെ 3 ഭാഗമായിട്ടാണുള്ളത്. അതിൽ എപ്പിഡെർമിസ്, സെബേഷ്യസ്, 2 ഗ്രന്ഥികളുണ്ട്. ത്വക്കില് 2 ഗ്രന്ഥിയാണ് വരുന്നത്. രണ്ട് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ സെബേഷ്യസ് ഗ്രന്ഥിയുണ്ട്, ശ്വേതഗ്രന്ഥിയുണ്ട്. അതുപോലെ തന്നെ എപ്പിഡെർമിസ് ചെയ്യുന്നത് ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ, കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എപ്പിഡെർമിസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. ഈ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് രോഗാണുക്കളെ തടയുന്നത്. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുവിനെ തടയുന്നു. അതുപോലെ സെബേഷ്യസ് ഗ്രന്ഥിയും ശ്വേതഗ്രന്ഥിയും ഉണ്ട്. അപ്പോൾ ത്വക്കിലുള്ള 2 ഗ്രന്ഥി സെബേഷ്യസും ശ്വേതഗ്രന്ഥിയുമാണ്. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് സെബം ആണ്. ഈ സെബം ത്വക്കിനെ എണ്ണമയമുള്ളതും അതുപോലെ വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു. എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കി മാറ്റുന്നത് സെബമാണ്. ഈ സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ്. അതുപോലെ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് ശ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് വിയർപ്പാണ്. അപ്പോൾ ശ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് വിയർപ്പാണ്. ഈ വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ത്വക്കിലെ ഭാഗങ്ങളാണ് ഇത് 3 എപ്പിഡെർമിസ്, സെബേഷ്യസ് ഗ്രന്ഥി, ശ്വേതഗ്രന്ഥി. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണം ശ്ലേഷ്മസ്തരമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മമാണ്. ഈ ശ്ലേഷ്മത്തിലെ രോഗാണുക്കൾ, നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ ഈ ശ്ലേഷ്മത്തിൽ പെടുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ശ്ലേഷ്മത്തിൽ പെട്ടിട്ട് ഇത് നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മസ്തരത്തിലൂടെ പുറത്തേക്ക് കളയുന്ന ആരാണ്? സീലിയ കോശങ്ങളാണ്. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മമാണ്. ശ്ലേഷ്മത്തിൽ പെട്ട രോഗാണുക്കളെ പുറന്തള്ളുന്നത്
സീലിയ കോശങ്ങൾ വഴിയാണ്. സീലിയ കോശങ്ങൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതാ ശ്ലേഷ്മത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്ലേഷ്മ സ്തരത്തിലുള്ള കോശങ്ങളാണ് സീലിയ എന്ന് പറയുന്ന കോശങ്ങൾ. ഈ സീലിയ കോശങ്ങൾ വഴിയാണിത് പുറത്തേക്ക് തള്ളുന്നത്. ശരീര ആവരണങ്ങൾ ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ ശരീരത്തിലുള്ള ഈ ഓരോ ആവരണങ്ങളും, അതായത് നമ്മളിപ്പം ത്വക്ക് പറഞ്ഞു, ശ്ലേഷ്മസ്തരം, ഇതൊക്കെ എന്താണ്, ഒരുപാട് ബാക്ടീരിയയുടെ ആവാസ കേന്ദ്രമാണ്. അപ്പോൾ ഈ സ്ഥാനത്തിനും പോഷകങ്ങൾക്കും വേണ്ടി ഇത്തരം ബാക്ടീരിയ രോഗാണുക്കളുമായിട്ട് മത്സരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു പോവുകയും ചെയ്യും.